ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ ഐറ്റം റെസിപ്പി വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഒരു ചെറിയ കേക്ക് ഡെക്കറേഷനാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണല്ലേ ഈ ഒരു ടെഡിക്കുട്ടൻ. അപ്പോൾ അവരുടെ ബർത്ത്ഡേക്ക് ഇതുപോലെ ഒരു കേക്ക് ഉണ്ടാക്കി കൊടുത്താലോ? അവർക്ക് അത്രയും പ്രിയപ്പെട്ട ഒന്നും കാണത്തില്ല അല്ലേ? അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ 1 kg വൈറ്റ് ട്രഫിൾ കേക്കാണ് കേട്ടോ ഇവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിൻ്റെ കണ്ണും മൂക്കും ചെവിയൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാവേ. അതിനൊരു സ്ക്യൂറും പിന്നെ നോസിലുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ആ സ്ക്യൂർ വെച്ച് ചെറുതായിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. ആ ചെവിയുടെ ഭാഗം 2 ഭാഗവും നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കണ്ണിൻ്റെ ഭാഗമാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ആ നോസിലിൻ്റെ പുറകു ഭാഗം വെച്ച് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടപ്പാണേലും മതി കേട്ടോ, എന്തെങ്കിലും കുപ്പിയുടെയൊക്കെ അടപ്പ് വെച്ചാണേലും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയുള്ള നോസിലൊന്നും ഇല്ലെങ്കിൽ കണ്ണ് മാർക്ക് ചെയ്ത ശേഷം മൂക്കും വായും ആണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ഒരു ചെറിയ കറിപ്പാത്രം വെച്ചാണ് നമ്മളൊന്ന് കേട്ടോ. ഇനി അതിനകത്താണ് നമ്മൾ മൂക്കും വായും ഒക്കെ വരച്ചു കൊടുക്കുന്നത്. ആ ഒരു വലിയ സർക്കിളിനകത്ത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ളൊരു മൂക്ക് വരച്ച് അതിന് നേരെ ഒരു ലൈൻ വരച്ച് പിന്നെ വായും വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനത് അവസാനം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുമേ. ഇനി നമ്മൾ മാർക്ക് ചെയ്ത മാർക്കിങ്സ് എല്ലാം ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷനും കൂടാതെ തന്നെ ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുവേ. ആ കണ്ണിനകത്ത് ഒരു ചെറിയ കൃഷ്ണമണി കൂടെ വരച്ചു കൊടുക്കുന്നുണ്ടേ. ഈ ക്രീമിൽ കളർ ആഡ് ചെയ്യുവാണ് കേട്ടോ. ഞാനിവിടെ മാജിക് കളേഴ്സിൻ്റെ ഒറിജിനോ എന്ന് പറയുന്ന ഓറഞ്ച് കളറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി വിപ്പിംഗ് ക്രീമിലേക്ക് കളർ ആഡ് ചെയ്യുവാണ് കേട്ടോ വേണ്ടത്. അതിനായിട്ടൊരു ബൗളിലേക്ക് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. അതിലേക്ക് 2-3 ഡ്രോപ്പോളം ആ കളർ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ കളർ ആഡ് ചെയ്താൽ മാത്രമേ നല്ല ആ ഒരു ഡാർക്ക് കളർ കിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു ടെഡി ബിയർ കേക്ക് ആയതുകൊണ്ട് നല്ല കളർ വന്നെങ്കിലേ നമുക്ക് ഇപ്പോഴും ആ ഒരു ഒറിജിനാലിറ്റി തോന്നുള്ളൂ കേട്ടോ. ഇനി ആ ഡിസൈനിന് വേണ്ടിയിട്ട് ഞാനിവിടെ റോസറ്റ നോസിലിൻ്റെ ചെറിയ നോസിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കളർ ആഡ് ചെയ്ത വിപ്പിംഗ് ക്രീം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഡിസൈനിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെവിയാണ് കേട്ടോ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ കപ്പ് കേക്കാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ചെറിയ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത ശേഷം ഒരു ചെവിയുടെ ആ ഒരു ഷേപ്പിൽ 2 കപ്പ് കേക്ക്സ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇതുപോലെ ഒരു ചെറിയ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയേ. ഇപ്പോൾ ഇത് 2 ചെവിയും നമ്മുടെ ടെഡിക്കുട്ടൻ്റെ സെറ്റായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗം നമ്മൾ വരച്ച ആ ഒരു സർക്കിളും കണ്ണും ഒഴിച്ച് ബാക്കിയുള്ള ഭാഗം മൊത്തം ആ ഒരു ഓറഞ്ച് കളർ കൊണ്ട് ഫില്ല് ചെയ്തെടുക്കണം കേട്ടോ. ആ ഒരു സർക്കിളിനകത്ത് നമ്മൾ വൈറ്റ് കളറാണ് കേട്ടോ കൊടുക്കുന്നത്. ഈ ഒരു ചെവിയുടെ ബാക്കി ഭാഗങ്ങൾ മൊത്തം ഈ ഒരു ഫ്രണ്ട് പോർഷൻ നമ്മൾ കൊടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു ഓറഞ്ച് കളറ് ബാക്കി ഫുള്ളും നമ്മൾ ഓറഞ്ച് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണേ. പതിയെ മാത്രം കേട്ടോ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഒരുപാട് വിപ്പിംഗ് ക്രീം നമുക്ക് ഈ പൈപ്പിംഗ് ബാഗിൽ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. നമ്മുടെ കൈയുടെ ചൂട് കൊണ്ട് അതൊന്ന് ലൂസായിപ്പോയി. ഈ ഒരു കറക്റ്റ് പെർഫെക്ഷനിൽ ഫ്ലവേഴ്സ് ഒന്നും വരക്കാനായിട്ട് കിട്ടില്ല. അതുകൊണ്ട് കുറച്ചായിട്ടാണ് നമ്മൾ ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നല്ല പോലെയാക്കി കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ കേക്കിൻ്റെ സൈഡ് പോർഷനും മുകളിലെ പോർഷനും ബേസ് പോർഷനും ഒക്കെ ഇതുപോലെ ഒന്ന് ഓറഞ്ച് കളറിലുള്ള ആ ഒരു ക്രീം വെച്ച് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ കേക്ക് മുഴുവനായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ നല്ല ഭംഗിയിൽ ഫിനിഷായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ സർക്കിളിലും കണ്ണിലും ഒക്കെ ഒന്ന് വൈറ്റ് കളർ ഫില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അതിനായിട്ട് പൈപ്പിംഗ് ബാഗ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് വൈറ്റ് ക്രീം ഒന്ന് ഫില്ല് ചെയ്തത് ഇതുപോലെ ആ ചെവിയിൽ നമ്മൾ ആ ഓറഞ്ച് പോർഷനൊന്നും ഫില്ല് ചെയ്യാത്ത ഭാഗത്ത് ഇതുപോലെ വൈറ്റ് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് റിലീസ് ചെയ്താൽ ഇതുപോലെ ഡോട്ട്സ് കിട്ടുവേ. അങ്ങനെ ആ 2 ചെവിയും നമ്മൾ ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ റൗണ്ട് പോർഷനും ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വൈറ്റ് ക്രീം കൊണ്ട് തന്നെ മൂക്കും വായും വരച്ച ആ ഒരു പോർഷൻ്റെ ഔട്ട്ലൈൻ പോലെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അതിനകത്ത് നമ്മൾ ചോക്ലേറ്റിലാണ് കേട്ടോ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ആ ഒരു വായുടെയും മൂക്കിൻ്റെയും ഭാഗവും നമ്മൾ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ണിൻ്റെ ആ ഒരു ചെറിയ സർക്കിളല്ല, ആ പുറത്തുള്ള സർക്കിളും ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൃഷ്ണമണിയും മൂക്കും വായും ഒക്കെ ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ ടെഡിക്കുട്ടൻ ഇവിടെ നല്ല സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം വളരെ സിമ്പിളായിട്ടല്ലേ നമ്മളിത് ചെയ്തെടുത്തത്. എല്ലാവർക്കും ഈ ഒരു ടെഡിക്കുട്ടനെ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.
അപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ ബർത്ത്ഡേക്കും നിങ്ങൾക്ക് തന്നെ ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഒരു ടെഡിക്കുട്ടനെ ഉണ്ടാക്കി കൊടുത്ത് അവരെ ഒന്ന് സർപ്രൈസ് ചെയ്യിക്കാനായിട്ട് എളുപ്പമല്ലേ? എല്ലാവർക്കും ഈ ഒരു സിമ്പിൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനും അതുപോലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ താരങ്ങളുമായിട്ടുള്ള കേക്കുകൾ കാണാനും സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പി വീഡിയോസിനായും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.